Welcome to Manorama Horizon YouTube free classes. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 8ലെ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ബേസിക്കലി വാട്ട് ഈസ് ആൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 8x² - 5x + 6 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? ഇതിൽ വേരിയബിൾസ് ഉണ്ട്. വാട്ട് ഈസ് ദ വേരിയബിൾ ഓവർ ഹിയർ? എക്സ് അല്ലേ? ഇനി കോൺസ്റ്റന്റ് ടേംസ് ഉണ്ട് ഇതിൽ. വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ടേം ഓവർ ഹിയർ? 6. ഇനി ഈ ഒരു എക്സ്പ്രഷനിൽ ടേംസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ടേംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഈ ഒരു എക്സ്പ്രഷനിലെ 8x² എന്ന് പറയുന്നത് ഒരു ടേം ആയിരിക്കും, -5x എന്ന് പറയുന്നത് ഒരു ടേം ആയിരിക്കും, +6 ഓർ 6 എന്ന് പറയുന്നത് ഒരു ടേം ആണ്. ദാറ്റ്സ് എ കോൺസ്റ്റന്റ് ടേം അല്ലേ? സോ ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് എന്ത് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ വേരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റൻസ് ഉണ്ടാകും, ആൻഡ് ഇതിനെയെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ്. ഐദർ നമ്മുടെ പ്ലസ് സൈൻ, മൈനസ് സൈൻ. സോ ദിസ് ഈസ് ആക്ച്വലി ആൾജിബ്രൈക് എക്സ്പ്രഷൻ, റൈറ്റ്? So we can define an algebraic expression as a combination of constants and variables connected by the signs of fundamental operations of addition, subtraction, multiplication and division. So where examples ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2x + 4, 7y - 3 + 6x and 3t² + 4t - 1. So ഇതെല്ലാം ഓരോരോ എക്സാമ്പിൾസ് ആണ്. അപ്പം നമുക്ക് ശ്രദ്ധിച്ചു തന്നെ അറിയാം, ഫസ്റ്റിനകത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. സെക്കൻഡ് എക്സ്പ്രഷനിൽ എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആസ് എ വേരിയബിൾ, ആൻഡ് ലാസ്റ്റിൽ ടി ആണ് അവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ക്യാൻ ഫ്രെയിം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. അതിൽ വേരിയബിൾസിനെ കണ്ടു, കോൺസ്റ്റൻസിനെ കണ്ടു, ആൻഡ് ടേംസ് എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഇനി ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. സോ വാട്ട് ഈസ് എ ഫാക്ടർ ആക്ച്വലി? ഫാക്ടേഴ്സ് ആർ ദോസ് വേരിയബിൾസ് ഓഫ് കോൺസ്റ്റൻസ് ഹൂസ് പ്രോഡക്റ്റ് ഫോം എ ടേം ഓഫ് ആൻ എക്സ്പ്രഷൻ. സപ്പോസ് ഇപ്പം 8pq എന്ന് പറയുന്നത് ഞാനൊരു ടേം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 8 will be one factor, p will be another factor, and q will also be another factor. So 8pq, അതായത് ഇപ്പോൾ 8 p ഉണ്ട്, q ഉണ്ട്. ഇതിനെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 8pq. സോ ഓരോന്നിനെയും നമ്മൾ അതിലെ എന്താണ് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നമ്മളിപ്പോൾ 12 എടുക്കുമ്പോൾ 12നെ നമുക്ക് 4 × 3 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ 12നെ 1 × 12 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം, 6 × 2 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 12ൻ്റെ ഫാക്ടേഴ്സ് ആണ് എന്ത്? 1ഉം 2ഉം 3ഉം 4ഉം 6ഉം 12ഉം എല്ലാം എന്താണ് 12ൻ്റെ ഫാക്ടേഴ്സ് ആണ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം നമുക്ക് 8pq എന്ന് പറയുന്നതിൽ പിയും ക്യൂ എന്ന് പറയുന്നത് വേരിയബിൾസ് ആയിട്ടാണ് വരുന്നത്. സോ ഈ വേരിയബിൾസും കോൺസ്റ്റന്റ് 8 ഈസ് എ കോൺസ്റ്റന്റ്. സോ ആ ഒരു കോൺസ്റ്റൻസും വേരിയബിൾസും എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടേം ഓഫ് ആൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നും എന്താണ്? ഇസ് എ ഫാക്ടർ. അണ്ടർസ്റ്റുഡ്? ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഫോം എ ടേം. കണ്ടോ, നമ്മൾ 8ഉം പിയും ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഓരോ ഫാക്ടേഴ്സ് ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടേം, ആൻഡ് ദ സമ്മേഷൻ ഓഫ് ദ ടേംസ് ഫോംസ് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ ഡിഫറെൻറ്റ് ടേംസ് ഉണ്ട്. അതിനെ നമ്മൾ എന്താണ് പ്ലസ് സൈനോ അല്ലെങ്കിൽ മൈനസ് സൈനോ യൂസ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് അനദർ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അണ്ടർസ്റ്റുഡ്? ഇപ്പം 8pq എന്ന് പറയുന്നത് ഒരു ടേം ആണെന്ന് വിചാരിക്കുക. വേറൊരു ടേം ആയിട്ട് ഞാൻ എടുക്കുന്നത് 5p ആണെന്ന് വിചാരിക്കാം. സോ 5p ഇസ് എ ടേം ആൻഡ് 8pq ഇസ് അനദർ ടേം. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ കമ്പൈൻ ചെയ്തു യൂസിങ് ദി മൈനസ് സൈൻ അല്ലേ? അപ്പോൾ ഈ 8pq - 5p എന്ന് പറയുന്നത് എന്താണ്? ഇസ് എൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ആൻഡ് ദേ ആർ കമ്പൈൻഡ് യൂസിങ് എ ഓപ്പറേറ്റർ. അത് അഡീഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം. സോ ദിസ് ഇസ് ആക്ച്വലി ബേസിക്കലി ദ കോൺസെപ്റ്റ് ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്. അപ്പോൾ അതിൽ ഫാക്ടേഴ്സ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ആണ്.
ബേസിക്കലി ആൾജിബ്രൈക് എക്സ്പ്രഷൻ, രണ്ട് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ബേസിക്കലി നമുക്കറിയാം, ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് തരുമെന്ന് വിചാരിക്കാം, 8ഉം -4ഉം. സോ ഇഫ് ഐ ആസ്ക് യു ടു ആഡ് ദീസ് ടു നമ്പേഴ്സ്, വാട്ട് യു വിൽ ഡു? 8 + -4 അല്ലേ? 8ഉം -4ഉം ആയിരുന്നു ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞ അല്ലേ? ആൻഡ് ദ സൈൻ ഓഫ് 4 എന്ന് പറയുന്നത് -4 ആണ്. അപ്പം ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ സബ്ട്രാക്ഷൻ, റൈറ്റ്? ബിഗർ മൈനസ് സ്മോളർ. സോ 8 - 4 ഐ ഗെറ്റ് 4 അല്ലേ? അതേപോലെ നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് കിട്ടുമ്പോൾ നമുക്കറിയാം അതിനതിൽ വേരിയബിൾസും കണ്ടെയ്ൻഡ് ആവും അല്ലേ? അപ്പോൾ ആ വേരിയബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ആൾജിബ്രൈക് എക്സ്പ്രഷനെ ചുമ്മാതെ ഏതെങ്കിലും ഒരു ടേമുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ ലൈക്ക് ടേംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ വി ഹാവ് ടു പിക്ക് ദി ലൈക്ക് ടേംസ്. ആ ലൈക്ക് ടേംസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ലൈക്ക് ടേംസിനെ എല്ലാം കൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അൺലൈക്ക് ടേംസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. സോ അതാണ് ബേസിക്കലി അഡീഷൻ ഓഫ് ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ നടക്കുന്നത്. സോ when adding or subtracting a polynomial, first look for the like terms, then we have to add or subtract it, then we will handle the unlike terms. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്താണ് ഈ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് എന്ന്? ലൈക്ക് ടേംസ് നമ്മളിപ്പോൾ ട്വിൻസിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ അലൈക്ക് ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ടേംസിനെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. അതിൽ വേരിയബിൾസ് സെയിം ആയിരിക്കണം ആൻഡ് പവർ അതിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പവേഴ്സ് ഓഫ് ദാറ്റ് വേരിയബിൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പക്ഷെ ഒരു കാര്യം ഡിഫറെൻ്റ് ആവും. ഏതാണ്? ദ കോഎഫിഷ്യൻറ്റ്, ദ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ ലൈക്ക് ടേംസ് നീഡ് നോട്ട് ബി ദ സെയിം. അതായത് ഫോർ എക്സാമ്പിൾ 3x² എന്ന് പറയുന്നത് ഒരു ടേമാണ്, 5x² എന്ന് പറയുന്നതും വേറൊരു ടേമാണ്. ഇത് ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, x²y രണ്ടിൽ എന്താണ്? എക്സും വൈയും വേരിയബിൾ ഉണ്ട്. അതിൽ എക്സിന് സെക്കൻഡ് പവറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? x². ആൻഡ് അത് തന്നെയാണ് ഈ സെയിം സെക്കൻഡ് ടേമിലും റിപ്പീറ്റ് ആയിരിക്കുന്നത്. സോ x²y എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ടേമായ 5x²yയിലും അതേപോലെ ഉണ്ട്. only thing is the changing is 3 and 5. അതെ, ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആകാം, ബട്ട് ആ ബാക്കിയുള്ള അതിൻ്റെ വേരിയബിൾസും അതേപോലെ തന്നെ പവേഴ്സ് യൂസ്ഡും എല്ലാം സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ടേംസിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് ടേംസ്. അപ്പോൾ നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടുമ്പം ആദ്യം അതിൽ ലൈക്ക് ടേംസ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക, അതിനെ ആഡ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് ടേംസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് ഒരു പ്രോബ്ലം നോക്കിയാലോ, ഈ ഒരു അഡീഷൻ ബേസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ ആ ലൈക്ക് ടേംസ് ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച നമ്മുടെ പരിപാടി തീർന്നു. ബാക്കി അഡീഷൻ സാധാ പോലെ തന്നെ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പം നോക്കാം. ആഡ് ദി ഫോളോയിങ് 2p² q² - 3pq + 4. അപ്പം ഇതാണ് ആദ്യത്തെ നമ്മുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 2p² q² - 3pq + 4. ഇനി സെക്കൻഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, സെക്കൻഡ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 5 + 7pq - 3p² q². നമ്മളപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ലൈക്ക് ടേംസിനെ എന്താണ് ഒരുമിച്ച് എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ലൈക്ക് ടേം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് സൈനും ഉണ്ട് മൈനസ് സൈനും വരും. മൈനസ് സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നിഗ്ലക്റ്റ് ചെയ്യരുത്, ആ മൈനസ് സൈനോട് കൂടി തന്നെ വേണം അതിനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ -3p² q² ആണ്. സോ അത് ഇതിൻ്റെ നേരെ താഴെ എഴുതി വെക്കുക. ഓക്കെ, -3p² q². പ്ലസ് സൈൻ ആണെങ്കിൽ ദർ ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് നമ്മൾ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്താണ് അത് ടേക്ക് കെയർ ചെയ്യണം, അതിനെ നിഗ്ലക്റ്റ് ചെയ്യില്ല. സോ അലോങ് വിത്ത് ദ സൈൻ നമ്മളിവിടെ എടുത്ത് എഴുതി വെച്ചു. കാര്യം ഇത് രണ്ട് നോക്കിയേ, p² q². സോ ഓൺലി ദ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഇസ് ചേഞ്ചിങ്. ഇവിടെ 2 ആണ്, ഇവിടെ -3 ആണ്. സോ ദീസ് ആർ ലൈക്ക് ടേംസ് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? pq വരുന്ന ഒരു ടേം ഉണ്ട്. ഏതാണ്? 7pq. അത് അലോങ് വിത്ത് ദ സൈൻ നമ്മൾ എഴുതി വെച്ചു. സോ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അതിൻ്റെ സൈൻ ഇട്ട് തന്നെ പോവുക. ഇനി ഒരു ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ടേം ഉണ്ട്. സോ അതിൻ്റെ നേരെ താഴെ തന്നെ നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഫ്രെയിം വർക്ക്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഫ്രെയിം ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താണ് ബേസിക്കലി ഇത് അഡീഷൻ ആണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ പ്രോസസ്സ് ചെയ്യേണ്ടത് അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇനി ജസ്റ്റ് സാധാ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ജസ്റ്റ് നോക്കി നമ്മൾ സാധാ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോവുക. ഓക്കെ,
അപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ പി സ്ക്വയർ ക്യൂ സ്ക്വയർ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി ഒന്നും പോകത്തില്ല. കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് എ അഡീഷൻ പ്രോസസ്. ഉള്ളി നമ്മുടെ ഈ ഒരു കോൺസ്റ്റൻറ്റ് ടേംസ് മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് മാത്രം നോക്കി സാധാ ചെയ്യുന്ന അഡീഷൻ ചെയ്തു പോവാണ്. സോ 2 + -3 വിൽ ബി -1 അല്ലേ. അപ്പോൾ ഈ ബാക്കി പി സ്ക്വയർ ക്യൂ സ്ക്വയർ എന്താ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, നൗ -3 + 7 ദാറ്റ് ഈസ് 7 - 3 അല്ലേ. ദാറ്റ് വിൽ ബി 4 ആൻഡ് നമ്മുടെ ബാക്കിയുള്ള എന്താണ് പി ക്യൂ എന്ന് പറയുന്ന വേരിയബിൾ അത് അതേപടി എഴുതി വെക്കുക. ആൻഡ് ലാസ്റ്റ് 4 + 5 വി ഗെറ്റ് 9. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു രണ്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് -p² q² + 4pq + 9. ഇതാണ് നമുക്ക് കിട്ടുന്ന അഡീഷനിൽ നിന്ന് കിട്ടുന്ന ആൽജിബ്രിക് ഫൈനൽ എക്സ്പ്രഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനലി നമുക്ക് കിട്ടുന്ന ആൽജിബ്രിക് എക്സ്പ്രഷനും എന്താണ് ഇതേ ടേംസ് അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേം ഉണ്ടല്ലോ ആ ടേമിലെ വേരിയബിൾസും അതിൻ്റെ പവേഴ്സും എല്ലാം അതേപോലെ തന്നെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഒൺലി തിങ് ഈസ് ദാറ്റ് നമ്മുടെ ആ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് മാത്രം സാധാ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോവുക. മൈനസ് സൈൻസ് നിഗ്ലക്റ്റ് ചെയ്യരുത്. ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. അഡീഷൻ ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് സിമ്പിൾ ആണ്. ഇതേപോലെയാണ് സബ്ട്രാക്ഷൻ്റെ കേസിൽ. സബ്ട്രാക്ഷൻ വരുമ്പോൾ ജസ്റ്റ് ഇവിടെ പ്ലസിന് പകരം മൈനസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ട് നമുക്ക് എന്താണ് ആൽജിബ്രിക് എക്സ്പ്രഷനെ ക്ലാസിഫൈ ചെയ്യാം. The one is monomial, other is binomial and the other is polynomial. Monomial, mono എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം it contains only one term. So expression with only one term നെ വിളിക്കുന്ന പേരാണ് monomial. An example is 6x, 7pq, x²y. So all these are just നമുക്ക് ഒറ്റ ഒരു ടേം ആയിട്ടേ ഉള്ളൂ അല്ലേ. അതിൽ ഒരു ഇപ്പുറത്തൊരു പ്ലസ് സൈനോ അപ്പുറത്തൊരു മൈനസ് സൈനോ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മോണോമിയൽ ആകത്തില്ല. ഓക്കെ, സോ പ്ലസ് സൈനോ മൈനസ് സൈനോ ഉണ്ടെങ്കിൽ അതൊരിക്കലും മോണോമിയൽ ആകത്തില്ല. ആ കാര്യം ഓർത്ത് വെച്ചേക്കുക. സോ നെക്സ്റ്റ് ബൈനോമിയലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം ദ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻ 2 അൺലൈക്ക് ടേംസ് ആണ്. കാര്യം എന്താണ് അൺലൈക്ക് ടേംസ് വിളിക്കാൻ കാര്യം? ലൈക്ക് ടേംസ് ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം അല്ലേ. ഇപ്പം ഞാൻ 8pq - 4pq ഇതെനിക്കൊരു ബൈനോമിയൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം നോക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. പക്ഷേ pq രണ്ടിലും pq എന്ന് പറയുന്നത് സെയിം റിപ്പീറ്റ് ചെയ്തു. സോ ദീസ് ആർ ലൈക്ക് ടേംസ്. അപ്പോൾ അതിനെ എനിക്ക് എന്താണ് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് 4pq എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. സോ ഇറ്റ് ബിക്കംസ് എ മോണോമിയൽ. സോ അതുകൊണ്ട് ഇതൊരിക്കലും നമുക്കൊരു ബൈനോമിയൽ എന്ന് വിളിക്കാൻ പറ്റില്ല. സോ ബൈനോമിയൽ എന്ന് പറയുമ്പം എസ്പെഷ്യലി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് 2 അൺലൈക്ക് ടേംസ് ആയിരിക്കണം. സോ അൺലൈക്ക് ടേംസിനെ നമ്മൾ എന്താണ് ഐദർ മൈനസ് സൈനോ അല്ലെങ്കിൽ പ്ലസ് സൈനോ വെച്ചിട്ടായിരിക്കും അതിനെ എന്താണ് രണ്ട് ടേമിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ 4y - 3z അതിൽ ഒന്നിൽ വൈയും ഒന്നിൽ ഇസഡും ആണ്. സോ ദേ ആർ അൺലൈക്ക് ടേംസ്. ഇനി x³ - 2, pq + 1, all these are some examples of binomial expressions. Understood? ഇനി മോർ ദാൻ ഒരു 2 ടേംസ് വരുമ്പോൾ നമുക്ക് കാണുന്ന ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ആണ് ദാറ്റ് ഈസ് പോളിനോമിയൽ. ദാറ്റ് ഈസ് എക്സാമ്പിൾ x³ + 3x² + 7x + 4. ഇനി അതല്ല ഇത് കൂടുതൽ ടേംസ് വേണമെങ്കിൽ എഴുതാം. സോ മോർ ദാൻ 2 വരുമ്പം നമ്മൾ ആ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസിനെ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് നമുക്കിനി കാണാൻ പോകേണ്ടത് ഇപ്പം മോണോമിയലും ബൈനോമിയലും പോളിനോമിയലും എന്താണെന്ന് കണ്ടു. ഇനിയും ഒരു മോണോമിയലും വേറൊരു മോണോമിയലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. അപ്പോൾ അത് അഡീഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ മുമ്പത്തെ കണ്ട പോലെ അത് മോണോമിയലായാലും ബൈനോമിയലായാലും പോളിനോമിയലായാലും നമ്മൾ മുമ്പേ കണ്ട അഡീഷൻ സബ്ട്രാക്ഷൻ പ്രോസസ്സ് ചെയ്യുവാണ്. ഒരു മോണോമിയലും വേറൊരു മോണോമിയലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ when we have to product 2 monomial we have to product their coefficients, then we have to product their variable. അതായത് ഇവിടെ മുമ്പേ നമ്മൾ അഡീഷൻ ചെയ്തപ്പം p ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ലാസ്റ്റ് ഫൈനലും p എന്ന് തന്നെയാണ് അല്ലേ. രണ്ട് ടേംസിലും p × p എന്ന് നമ്മൾ p + p ചെയ്യുമ്പോൾ നമ്മൾ 2p എന്ന് നമ്മൾ എഴുതില്ല, p തന്നെയായിരുന്നു. അതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് മാത്രമാണ് നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്തിരുന്നത്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതിലെ കോഎഫിഷ്യൻസ്. അപ്പം ഈ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണ് -4p and 7pq.
അപ്പോൾ ഇവിടെ നമ്മൾ ലൈക്ക് ടേംസോ അൺലൈക്ക് ടേംസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടേം ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുവാണ്. ആൻഡ് ഇവിടെ നമ്മൾ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, -4ഉം ഇതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ആ 7നെയും നമ്മൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഉള്ളി ദ പ്രൊസീജിയർ ഇവിടെ നടക്കുന്ന എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. സോ വി ഗെറ്റ് -28 കിട്ടിയല്ലോ. ബാക്കി നമുക്ക് ഇവിടെ ഒരു പിയും ഇവിടെ പിക്കും ഉണ്ട്. സോ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. പി 2 വട്ടമുണ്ട്. സോ പി ഇൻറ്റു പി വിൽ ബിക്കം പി സ്ക്വയർ ആൻഡ് ക്യൂ ഒരു വട്ടമേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി റിറ്റെയിൻഡ് ആസ് ക്യൂ ഇറ്റ് സെൽഫ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ പി ഉണ്ടെങ്കിൽ പി ഇൻറ്റു പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി സ്ക്വയർ കിട്ടും. സോ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെയും പ്രൊഡക്റ്റ് ചെയ്യണം. മറ്റേ അഡീഷനകത്ത് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് മാത്രം അഡീഷൻ അല്ലെ സബ്ട്രാക്ഷൻ ചെയ്യുന്നു. ബാക്കി വേരിയബിൾസ് അല്ലെങ്കിൽ അതിനകത്തിൽ എന്തൊക്കെയുണ്ടോ അത് അതേപടി നമുക്ക് എഴുതി വെക്കുമായിരുന്നു. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിലെ വേരിയബിൾസ് എന്തൊക്കെയുണ്ടോ അതും മൾട്ടിപ്ലൈ ചെയ്യുക. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയാലോ. 4p³ ഇൻറ്റു -3p. അപ്പോൾ ഇതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ആയ 4നെയും -3നെയും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഓർക്കുക, മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് സൈൻ നിഗ്ലക്റ്റ് ചെയ്യരുത്. സോ വി ഗെറ്റ് -12 ആൻഡ് p³ ഇൻറ്റു p ആണ് വരുന്നത്. സോ അതെന്താണ്, 3 നമ്മൾ പണ്ട് പഠിച്ചൊരു ഇതുണ്ടല്ലോ, a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ a⁻m+n നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻറ്റിൽ പണ്ട് പഠിച്ച ഒരു ലോ ആണ് അല്ലേ. അപ്പം ആ ലോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം p³ ഇൻറ്റു p ആണ് ചെയ്യേണ്ടത്. p എന്ന് പറഞ്ഞാൽ റേസ് ടു ദ പവർ 1 ആണല്ലോ. സോ വാട്ട് വി വിൽ ഗെറ്റ്, p3+1 വി ഗെറ്റ് 4. സോ അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, -12p⁻4. കാര്യം ഒന്നിൽ p³ ഒന്നിൽ p ആണ്. സോ p³ ഇൻറ്റു p വി ഗെറ്റ് ഇറ്റ് ആസ് p⁻4. അപ്പോൾ ഈ ഒരു ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലോസ് ഓഫ് എക്സ്പോണൻറ്റിൽ a⁻m ഇൻറ്റു a⁻n വി ഗെറ്റ് ഇറ്റ് ആസ് a⁻m+n. അതായത് പവേഴ്സ് മാത്രം ഒന്ന് ആഡ് ചെയ്യും. കാര്യം ബേസ് രണ്ടും സെയിം ആണ്, p ആൻഡ് പവർ ഡിഫറെൻ്റ് ആണ്. ഒന്നിൽ 3യും ഒന്നിലും 1. സോ വി ഗെറ്റ് 3+1. അതായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ വേരിയബിൾസിനെയും അതേപോലെ തന്നെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസിനെയും പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് എവിടെ, ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോണോമിയൽ ബൈ എ മോണോമിയൽ സംഭവിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയാസ് ഓഫ് റെക്ടാങ്കിൾ വിത്ത് ദ ഫോളോയിങ് പെയർസ് ഓഫ് മോണോമിയൽസ് ആസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇത് കുറേ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ p⁻ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, പീനെ ലെന്തായിട്ട് എടുക്കുക, ക്യൂവിനെ എന്താണ് ബ്രെഡ്ത്തായിട്ട് എടുക്കണം. ആൻഡ് വി നോ ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് നത്തിങ് ബട്ട് ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോന്നും എന്താണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, അതേ ഉള്ളൂ. സോ ഓൾ ദീസ് ആർ മോണോമിയൽസ് അല്ലേ. സോ മോണോമിയൽ വിത്ത് എ മോണോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെയും വരുന്നത്. സോ ഫസ്റ്റ് p⁻ ഏരിയ എന്തായിരിക്കും വരിക, ഏരിയ വിൽ ബി p ഇൻറ്റു q. നെക്സ്റ്റ് 10m ആൻഡ് 5n, ഇതിലെ ഏരിയ എന്തായിരിക്കും വരിക, ഏരിയ വിൽ ബി 10 ഇൻറ്റു 5 50 ആൻഡ് m ഇൻറ്റു n which will be mn. ഇനിയും 20x² ആൻഡ് 5y², അതിലെ ഏരിയ എന്ത് കിട്ടും, ഏരിയ വിൽ ബി 20 ഇൻറ്റു 5 എത്ര, 100 ആൻഡ് x² y². കാര്യം ഇതിൽ എല്ലാം ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചാൽ മതി. ഇനി 4x ആൻഡ് 3x², ഇതിലെ ഏരിയ എന്തായിരിക്കും വരിക, ആദ്യം കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 3 12 ആൻഡ് x⁻1 ഇൻറ്റു x⁻2. സോ വിൽ ഗെറ്റ് x⁻3, ദാറ്റ് ഇസ് 12. x³ വിൽ ബി ദ ഏരിയ. ലാസ്റ്റ് 3mn-ഉം 4np-യും ആണ്. സോ അതിൻ്റെ ഏരിയ എന്തായിരിക്കും കിട്ടുക, 3 ഇൻറ്റു 4 വിൽ ബി 12, m ഒരു വട്ടമേ ഉള്ളൂ, ബട്ട് n എന്ന് പറയുന്നത് രണ്ടിടത്തുണ്ട് അല്ലേ. സോ n ഇൻറ്റു n ചെയ്യണം, വിച്ച് വിൽ ബി n² ആൻഡ് ഒരു വേരിയബിളോട് കൊണ്ട് p ഉണ്ട്. സോ mn²p ആയിരിക്കും കിട്ടുക ഫൈനൽ ആൻസറിൽ, along with the numerical coefficient product, that is 12. So 12mn²p ആണ് നമുക്ക് ഈ ഒരു മോണോമിയൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇതിപ്പോൾ ഏരിയ ഇങ്ങനെയാവാം. ഇനി അതെല്ലാം നമുക്കിപ്പം
ഒരു ഡിഫറെൻറ്റ് വേറെ എന്തെങ്കിലും ഒരു ഇത് ചോദിക്കുകയാണ്, ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഏരിയ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇനി ആഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് ആഡിങ് ആണ്. അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യാൻ മാത്രമേ ചെയ്യാവൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അവിടെ നമ്മുടെ ആ ബാക്കി വേരിയബിൾ ടേംസിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അണ്ടർസ്റ്റുഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ കിട്ടുന്ന അനുസരിച്ച് ഇവിടെ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തത്. അണ്ടർസ്റ്റുഡ്. സോ മോണോമിയൽ വിത്ത് മോണോമിയൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഇനി കാണാൻ പോകുന്നത് പോളിനോമിയൽ വിത്ത് പോളിനോമിയൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പോളിനോമിയൽ നമുക്കറിയാം മോർ ദാൻ 2 ടേംസ് എന്തായാലും ഉണ്ടാവും. സോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഓരോ പോളിനോമിയലെ ഓരോ ടേമും അടുത്ത പോളിനോമിയലെ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ടേംസിന് ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ നമുക്കറിയാം എക്സ്പൊണൻറ്റ് റൂള് നമുക്ക് അവിടെ വരും. ആ എക്സ്പൊണൻറ്റ് റൂളും അവിടെ യൂസ് ചെയ്യണം. ആൻഡ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇൻ ബിറ്റ്വീൻ എന്താണ് അത് അഡീഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിനെ ആ പവേഴ്സിനെ കിട്ടുന്നതിനെ എല്ലാം കൂടെ നമ്മൾ ആഡപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം, ദ മൾട്ടിപ്ലൈ ഈച്ച് ടേം ഇൻ വൺ പോളിനോമിയൽ ബൈ ഈച്ച് ടേം ഇൻ ദ അതർ പോളിനോമിയൽ യൂസിങ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി പ്ലസ് സി എന്നാണെങ്കിൽ നമ്മൾ ഓരോന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി ആണ്. ഇനി അതല്ല ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ആൻഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആഡ് ദ പവേഴ്സ് ഓഫ് ദ സെയിം വേരിയബിൾ യൂസിങ് ദി എക്സ്പൊണൻറ്റ് റൂൾ. എക്സ്പൊണൻറ്റ് റൂൾ നമ്മൾ മുമ്പേ കണ്ടാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതായത് സെയിം ബേസ് വരുവാണെങ്കിൽ പവേഴ്സ് ആണ് ഡിഫറെൻ്റ് എങ്കിൽ ആ പവേഴ്സ് ആണ് ആഡപ്പ് ആവുന്നത്. ദ ബേസ് വിൽ ബി ദ സെയിം. ഓക്കെ, ആൻഡ് സിംപ്ലിഫൈ ദ റിസൾട്ടിംഗ് പോളിനോമിയൽ ബൈ ആഡിങ് ഓർ സബ്ട്രാക്ടിങ് ദ ലൈക്ക് ടേംസ്. അപ്പോൾ ആ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈക്ക് ടേംസ് ഉണ്ടാവുമെങ്കിൽ അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് അതിനെ ഫൈനലാക്കി ആൻസർ എഴുതുക. അതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലൈ 2x പ്ലസ് 5 ഇൻറ്റു 4x മൈനസ് 3. ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം. 2x ഇൻറ്റു 4x വി ഗെറ്റ് 8x സ്ക്വയർ. 8x എന്ന് എഴുതരുത്, ഇറ്റ് ഈസ് എ മൾട്ടിപ്ലിക്കേഷൻ. സോ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പം എക്സ് റേസ് ടു ദ പവർ 1 ഇൻറ്റു എക്സ് റേസ് ടു ദ പവർ 1. അപ്പം എന്താണ് പവേഴ്സ് ആഡപ്പ് ചെയ്യണം. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ. സോ 8x സ്ക്വയർ കിട്ടും. ഇനി 2x ഇൻറ്റു മൈനസ് 3 വി ഗെറ്റ് മൈനസ് 6x. 2 ഇൻറ്റു മൈനസ് 3 എന്താണ് മൈനസ് എക്സ്. ആൻഡ് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട് എക്സ്. അപ്പോൾ അത് തീർന്നു. ഈ 2x വിത്ത് ബാക്കി ആ പോളിനോമിയലെ അതർ പോളിനോമിയലെ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 5, അതായത് ഫസ്റ്റ് പോളിനോമിയലെ 5നെ വിത്ത് സെക്കൻഡ് പോളിനോമിയലെ ഓരോ ടേമുമായിട്ടാണ് ചെയ്യേണ്ടത്. സോ പ്ലസ് 5 ഇൻറ്റു 4 വിൽ ഗെറ്റ് 20x. 5 ഇൻറ്റു 4x. ഇനി 5 ഇൻറ്റു മൈനസ് 3 ആണെങ്കിലോ അത് ജസ്റ്റ് കോൺസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. സോ മൈനസ് 15. ഇനി ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചിട്ട് വീണ്ടും ഒന്ന് നോക്കണം. അപ്പം ഇതിപ്പോൾ എന്താണ് സാധാരണ നമ്മുടെ അഡീഷൻ പോലെ ആയിട്ടുണ്ട് അല്ലേ. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്താണ് അഡീഷനിലേക്ക് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ ഈ അഡീഷനകത്ത് നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്, ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ 8x സ്ക്വയറിന് വേറെ ഏതെങ്കിലും ലൈക്ക് ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ അത് അതേപടി നമുക്ക് എഴുതാം 8x സ്ക്വയർ. ഇനി മൈനസ് 6xും പ്ലസ് 20xും അത് ആക്ച്വലി അതൊരു ലൈക്ക് ടേം ആണല്ലോ. കാര്യം എക്സ് പവർ രണ്ടിൻ്റെയും സെയിം ആണ് അല്ലെ, യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾസും സെയിം ആണ്. സോ ദീസ് ആർ ലൈക്ക് ടേംസ്. അപ്പോൾ പ്ലസ് 20 മൈനസ് 16 വി ഗെറ്റ് 14x. ആൻഡ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം മൈനസ് 15. സോ ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. അണ്ടർസ്റ്റുഡ്. അതേപോലെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്താലോ. 2pq പ്ലസ് 3q സ്ക്വയർ ഇൻറ്റു 3pq മൈനസ് 2q സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ. സോ ഇതിലപ്പോൾ എന്താണ് ആദ്യം 2pq ഇൻറ്റു 3pq ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6, p 2 വട്ടമുണ്ട്. സോ p ഇൻറ്റു p p സ്ക്വയർ, q ഇൻറ്റു q വി ഗെറ്റ് അനദർ q സ്ക്വയർ. അണ്ടർസ്റ്റുഡ്. ഇനി 2pq ഇൻറ്റു മൈനസ് 2pq സ്ക്വയർ. സോ മൈനസ് 4p q റേസ് ടു 3. കാര്യം ക്യൂവിൻ്റെ ഇവിടുത്തെ പവർ 1ഉം ഇവിടുത്തെ 2 ആണ്. സോ 2 പ്ലസ് 1 3 p ഉണ്ട്. അപ്പോൾ ഓരോ വേരിയബിളും നമ്മൾ വിട്ടു പോകരുത്. എവിടെയെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ താഴത്തെ സ്റ്റെപ്സ് എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധയോടെ നോക്കിക്കോണം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ആദ്യത്തെ ഫസ്റ്റ് ടേം വിത്ത് അതർ 2 ടേംസ് ഓഫ് ദ പോളിനോമിയൽ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടേമിനെ പിക്ക് ചെയ്യാം.
So that is 3q square into 3pq. അപ്പം അതെന്ത് കിട്ടും? 3 into 3 9 p q raised to 3. ശരിയല്ലേ? q square into q we get q cube and ഇവിടെ p ഒന്നേ ഉള്ളൂ അല്ലേ? So 9 p q cube. അടുത്തത് വരുമ്പം 3 into -2 -6 and ടേം എത്രയാണ് വരുന്നത്? ബാക്കി നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം ബാക്കി വേരിയബിൾ വരുന്നത് q സ്ക്വയർ ഇൻറ്റു q സ്ക്വയർ q റേസ് ടു 4 വരും അല്ലേ? സോ ഇതാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം 6p സ്ക്വയർ q സ്ക്വയർ വരുന്ന ടേം ഒന്നും ഇല്ലല്ലോ. സോ അത് അതേപടി എഴുതി വെക്കാം. 6p സ്ക്വയർ q സ്ക്വയർ p q ക്യൂബ് p q ക്യൂബ്. ലുക്ക് ഫോർ ദി പവർ ആൻഡ് ദ വേരിയബിൾ p p q ക്യൂബ് q ക്യൂബ്. സോ ഇത് രണ്ടും എന്താണ്? ലൈക്ക് ടേംസ് ആണ്. സോ 9 - 4 we get 5p q ക്യൂബ് ആൻഡ് ബാക്കി ഒരു ടേമേ ഉള്ളൂ, ദാറ്റ് ഇസ് -6 q റേസ് ടു 4. സോ ദിസ് ഈസ് ദ ആൻസർ, ഫൈനൽ ആൻസർ. അപ്പം ഇങ്ങനെ വേണം ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഇസ് യൂസിങ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ആ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് ഓരോ പവേഴ്സ് ഉണ്ട്. ആ വേരിയബിൾസ് മിസ്സാവല്. ഇനി വേരിയബിൾസിനകത്ത് വരുന്ന പവേഴ്സിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? എക്സ്പോണൻറ്റ് റൂൾ യൂസ് ചെയ്യാൻ വേണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ പോളിനോമിയൽ വിത്ത് അനദർ പോളിനോമിയൽ. So with that we are winding up the section. So in the entire section നമ്മൾ കണ്ടത് algebraic expressions, അതിനെ എങ്ങനെ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസ് കണ്ടു അല്ലേ? ഇനി അതിൽ തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് മോണോമിയൽ വിത്ത് അനദർ മോണോമിയലും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ പോളിനോമിയൽ വിത്ത് അനദർ പോളിനോമിയലും നമ്മൾ കണ്ടു. സോ മോർ ക്വസ്റ്റൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ചാപ്റ്റർ തന്നെ ക്ലിയർ ആക്കി എടുക്കുക. സോ till then we'll see in the next section. Bye from Binu. Manorama Horizon. Learning made simple.